തിരുവനന്തപുരത്തേക്ക് പോകാം. നിർബൻ ചക്രവർത്തി അവിടെ തയ്യാറാണ്. നിർബൻ, ഇതാ ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരന്ത ഭൂമിയിലേക്ക് പോവുകയാണ്. 11:30 അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് തിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഇന്ന് ക്യാബിനറ്റ് യോഗം ചേരുന്നുണ്ട്. ക്യാബിനറ്റിലും ഈ അടിയന്തരമായിട്ടുള്ള ചില തീരുമാനങ്ങൾ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തേക്കുമെന്നാണ് സൂചന. എന്താണ് വിശദാംശങ്ങൾ? ഏവരും ഉറ്റുനോക്കുന്നത് തന്നെയാണ് അക്ഷയ്. കാരണം ഇന്ന് 11:30 തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഹെലികോപ്റ്ററിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി വയനാടേക്ക് തിരിക്കുന്നുണ്ട്. 1 മണിക്കാണ് വയനാട് ദുരന്ത ഭൂമിയിൽ മുഖ്യമന്ത്രി എത്തിച്ചേരുക. അവിടെ എത്തിച്ചേർന്ന ശേഷം മുഖ്യമന്ത്രി ആ സ്ഥലം മുഴുവൻ സന്ദർശിക്കും. അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. സുരക്ഷാ സംവിധാനങ്ങളെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട് അപകടത്തിൽ ഈ ആശുപത്രി സന്ദർശിക്കാൻ കഴിയുന്നവരെ മുഖ്യമന്ത്രി നേരിൽ കാണും. ഒപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങളുടെ ആയി നേരിട്ട് കണ്ട ശേഷം അവരെ ആശ്വസിപ്പിക്കും. അതിനുശേഷം അവിടുത്തെ തയ്യാറെടുപ്പുമായി അവിടെ നടക്കുന്ന ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവിധാനങ്ങൾ നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളുടെ സംവിധാനങ്ങൾ മുഖ്യമന്ത്രി ഏകോപനം പൂർണ്ണമായി വിലയിരുത്തും. ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കും. സംസാരിച്ച ശേഷം അവിടുത്തെ ജില്ലാ കളക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടാവും. അതിൻ്റെ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മുഖ്യമന്ത്രി അവിടെ നിന്ന് മടങ്ങുന്ന സമയത്തെ സംബന്ധിച്ച് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. തിരിച്ച് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തന്നെ അവിടെ നിന്ന് മടങ്ങുമെന്നാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അവിടെ റവന്യൂ മന്ത്രി എ പി അനിൽകുമാറും ഒപ്പം തന്നെ കൃഷി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ടി സിദ്ദിഖും വയനാടുണ്ട്. അവർ രണ്ടുപേരും ഇവിടെ ഉണ്ടാവും. മറ്റ് വയനാടുള്ള MLA-മാരും തൊട്ട് സമീപ പ്രദേശത്തുള്ള MLA-മാരും മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് ഒപ്പം ഉണ്ടാവുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിൽ അവിടെ നടത്തേണ്ട തുടർ നടപടികളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി വിശദീകരിക്കുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരത്ത് നേരത്തെ അക്ഷയ് മുഖവരിയായി പറഞ്ഞതുപോലെ ഇന്ന് ക്യാബിനറ്റ് നടക്കുന്നുണ്ട്. മന്ത്രിസഭാ യോഗം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ എടുക്കേണ്ട മുൻകരുതൽ നടപടികളെക്കുറിച്ച് പ്രധാനപ്പെട്ട ചില ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ മണ്ണ് മാറ്റാത്തതാണ് പ്രശ്നമുണ്ടായത് എന്ന തരത്തിലുള്ള അഭിപ്രായം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. മറ്റ് മഴ മുന്നറിയിപ്പ് ഒപ്പം തന്നെ നേരത്തെ കൊടുത്ത മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ എടുത്തിട്ടുണ്ടോ, ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം വീഴ്ച സംഭവിച്ചു എന്ന കാര്യങ്ങളുടെ പരിശോധന ആവശ്യമാണ്. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും മുഖ്യമന്ത്രി ഈ ക്യാബിനറ്റ് യോഗത്തിൽ ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുക. ഒപ്പം തന്നെ മരണപ്പെട്ടവരുടെയും ഒപ്പം തന്നെ പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങൾക്ക് ആശ്വാസ പദ്ധതി, പ്രത്യേകിച്ച് ഈ ദുരിതാശ്വാസ നിധി എന്തെങ്കിലും സാമ്പത്തിക സഹായം നൽകേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് ഇന്നത്തെ ക്യാബിനറ്റിൽ തന്നെ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി അവിടേക്ക് തിരിക്കുന്നതിന് മുമ്പ് തന്നെ ക്യാബിനറ്റ് ബ്രീഫിംഗ്, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഔദ്യോഗികമായി മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ഇതുവരെ അറിയിച്ചിട്ടില്ല. അതിനനുസരിച്ചിട്ടുള്ള നിർദ്ദേശം വന്നിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് തിരിക്കുന്നതിന് മുമ്പ് തന്നെ വയനാട് ഇതിലുണ്ടായ അപകടം, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സർക്കാരിൻ്റെ ഏകോപനം, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ച ശേഷമായിരിക്കും മുഖ്യമന്ത്രി ഇവിടെ നിന്ന് 11:30 വയനാടേക്ക് തിരിക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. അങ്ങനെയാണെങ്കിൽ അവർക്കുള്ള ധനസഹായത്തിൻ്റെ പ്രഖ്യാപനവും ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. ഇന്നലെ തന്നെ ഈ വിഷയം ഉണ്ടായ ആദ്യ മണിക്കൂറിൽ തന്നെ സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി ഈ ദുരന്ത നിവാരണ സേനയുടെ വിഭാഗത്തിൻ്റെ ആസ്ഥാനത്ത് എത്തിച്ചേർന്നു. അവിടെ കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. എങ്ങനെയാണ് അപകടത്തിന് കാരണമായ പശ്ചാത്തലം, സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന വിലയിരുത്തൽ മുഖ്യമന്ത്രി അപ്പോൾ നടത്തിയിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹം ഈ പ്രാഥമികമായ വിവരങ്ങൾ പങ്കുവച്ചത്. അതിനുശേഷം സർക്കാരിൻ്റെ നിലപാട് എന്താണ്, അപകടത്തെ സംബന്ധിച്ചിട്ടുള്ള നേരത്തെ ഇതിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ, ഉദ്യോഗസ്ഥർക്കും ഈ കമ്പനിക്കും കരാർ നൽകിയ കമ്പനിക്കും വലിയ തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, ഇനി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള തുടർ നടപടികൾ സ്വീകരിച്ച ശേഷമായിരിക്കും പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലും ഈ ക്യാബിനറ്റ് മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വിശദാംശങ്ങളിൽ ഉണ്ടാകേണ്ട സാധ്യതയുണ്ട്. അക്ഷയ്.